ഹോർമൂസിൽ തൊട്ടാൽ ചൈനയ്ക്കും പ്രശ്നമാണ്. അതുകൊണ്ട് ചൈന ആ വിഷയത്തിൽ ഈ ദിവസങ്ങൾ എടുക്കുന്ന ചൈന അസ്വസ്ഥമാണ് ജെയിംസ് സാർ, അല്ലേ? തീർച്ചയായിട്ടും ഹാഷ്മി ഇതില് നമ്മൾ പ്രത്യേകിച്ച് ഒരുപക്ഷെ വലിയ രീതിയിൽ ചർച്ച ചെയ്യാത്തൊരു കാര്യം, 70കളിലും 80കളിലും ഹോർമൂസ് കടലിടുക്കിലൂടെ ഏറ്റവും കൂടുതൽ എണ്ണ പോയിരുന്നത് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹോർമൂസ് കടലിടുക്കിനെ തടയാതിരിക്കാൻ വേണ്ടി ജിമ്മി കാർട്ടർ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് 80കളിൽ വലിയ രീതിയിലുള്ള കാർട്ടറിന്റെ ഒരു പ്രോജക്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അവിടെ എന്തെങ്കിലും തരത്തിൽ പേർഷ്യൻ ഗൾഫിൽ ഇടപെടൽ ഉണ്ടായാൽ അമേരിക്കയുടെ സൈന്യം ഇടപെടുമെന്നുള്ളതുണ്ടായിരുന്നു. ഈ 10-35 വർഷത്തോളം അല്ലെങ്കിൽ 40 വർഷത്തോളം അത് മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മാറ്റം, ഇറാനിൽ നിന്നും പേർഷ്യൻ ഗൾഫിൽ നിന്നും ഏറ്റവും കൂടുതൽ എണ്ണ കൊണ്ടുപോകുന്നത് ചൈനയാണ്. അപ്പം ചൈന അവിടെ പടക്കപ്പൽ കൊണ്ടുവരുന്നില്ല, ഭീഷണിപ്പെടുത്തുന്നില്ല ട്രംപിനെ പോലെ. പക്ഷെ ചൈനയാണ് ഇപ്പോൾ അവിടെ ഏറ്റവും വലിയ പൊളിറ്റിക്സ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇറാൻ നീങ്ങുന്നത് ചൈനയുടെ അഭീഷ്ടത്തിനനുസരിച്ചാണ്. ഇറാനില് വളരെ കാര്യം വ്യക്തമാണ്. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നത് തടയണമെന്ന് UN സെക്യൂരിറ്റി കൗൺസിലിൽ പ്രമേയം വന്നപ്പോൾ അത്ഭുതകരമായി അതിന് ഇറാന്റെ കൂടെ നിന്ന് എതിർത്തത് ചൈനയും റഷ്യയും ചേർന്നാണ്. ഇപ്പൊ ചൈനയ്ക്കാണ് ഏറ്റവും ആവശ്യമെങ്കിലും ഞങ്ങളുടെ കൺട്രോളിലായിരിക്കും തീരുമാനങ്ങൾ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ചൈന അമേരിക്കയ്ക്കും യൂറോപ്പിനും 15 രാജ്യങ്ങളിൽ 11 രാജ്യങ്ങൾ അവിടുത്തെ UN സെക്യൂരിറ്റി കൗൺസിൽ നിലപാടെടുത്തെങ്കിലും ചൈനയും റഷ്യയും വീറ്റോ ചെയ്തുകൊണ്ടാണ് ഇറാൻ അനുകൂലമായിട്ട് ഹോർമൂസ് കടലിടുക്ക് തുറക്കേണ്ട എന്ന നിലപാടെടുത്തു. പക്ഷേ അതുപോലെ തന്നെ ഇറാനിൽ നിന്നുള്ള എണ്ണ വരികയും വേണം. അതുകൊണ്ട് ചൈന പ്രഷർ ചുമത്തി തുടങ്ങി. അതിനിടയിലാണ് ഈ ഉപരോധങ്ങളൊക്കെ, ചൈനീസ് ഉപരോധ കമ്പനികൾക്ക് നേരെ ഉപരോധം വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക ചൈനയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഇത് അമേരിക്കയിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു. കാരണം നാവിക ശക്തിയിൽ ചൈന അമേരിക്കയെ മറികടന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലെ കളികളിൽ ഒരുപക്ഷെ ചൈനയ്ക്ക് കൂടുതൽ റോള് വരുന്ന അവസ്ഥയുണ്ട്. തായ്വാന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചൈന ഇടപെടുന്നുണ്ട്. എന്തായാലും അമേരിക്കയെ സംബന്ധിച്ചോളം കളി പാളിയിരിക്കുന്നു എന്ന് വ്യക്തമായി. ട്രംപിന് എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ തീർക്കണം. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഈ പ്രശ്നം തീരാനുള്ള സാധ്യത കാണുന്നത്. പക്ഷെ നാവിക ഉപരോധം പിൻവലിക്കുന്നില്ല എന്ന് ട്രംപ് പറയുന്നു. ഒരു ഭീഷണി കൂടിയാണ്. കാരണം നാവിക ഉപരോധം പിൻവലിച്ച ഇറാൻ കുറച്ചും കൂടിയും കാര്യങ്ങൾ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ടായിരിക്കും അത് ചെയ്യുന്നത്. ഹാഷ്മി, ക്രിസ്റ്റീന. ഓക്കെ ജെയിംസ്, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.